പെരിയ കേസിലെ സഹതാപ തരംഗത്തിനപ്പുറം വസ്തുതകൾ ഒടുവിൽ ജഡ്ജിമാർ ഇരുട്ടുമുറിയിൽ തുറന്നു പറഞ്ഞു. ആ കൊലപാതക ആഹ്വാനത്തിനുള്ളൊരു ഇന്റിമിഡേഷൻ അവിടെയുണ്ട്. അത് നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ജനുവരി മാസത്തിൽ ഈ പീതാംബരനെ വധിക്കാൻ വേണ്ടി ഒരു വധശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതിന് പേരിൽ ബേക്കൽ പോലീസ് ഒരു കേസെടുക്കുന്നുണ്ട്. അതിലെ 1-ാം പ്രതിയാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന ശരത്ലാൽ. 9-ാമത്തെ പ്രതിയാണ് കൃപേഷ്. അപ്പോൾ അതിനോടുള്ള പ്രതികാരം പീതാംബരൻ തീർക്കുകയാണ്. അന്ന് ഈ കൃപേഷിനെയും ശരത്ലാലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ അവർ ജാമ്യത്തിൽ വിടുന്ന സാഹചര്യമുണ്ടായി. തുടർന്നും ഇവരടക്കമുള്ള സംഘങ്ങൾ ആ പരിസരത്ത് പ്രശ്നം സൃഷ്ടിച്ചു എന്നാണ്. അങ്ങനെയാണല്ലോ, ലീഗുകാരും കോൺഗ്രസുകാരും സംഘികളും കൊന്നാൽ അത് ഗാന്ധിയൻ കൊലപാതകം. CPMന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും പ്രവർത്തകർ വ്യക്തിപരമായ വിഷയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് ഈ നാട്ടിൽ ക്രൂരം, പൈശാചികം ഇതാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുന്നവർ ഈ നാട്ടിൽ ഹക് മിദിലാജിൻ്റെ കൊലപാതകം കോൺഗ്രസ്സുകാർ ചെയ്തപ്പോൾ ഈ ആവേശം ഉണ്ടായില്ല. തൂണേരി ഷിബിൻ്റെ വധക്കേസ് ലീഗുകാർ ചെയ്ത് അതിൻ്റെ വിധി 7 പേരെ ജീവപര്യന്തം സൃഷ്ടിച്ചു. ഈ ആവേശം ഉണ്ടായില്ല. ആവേശ കമ്മിറ്റിക്കാർ പെരിയ വിഷയം വന്നപ്പോൾ കോൺഗ്രസ്സുകാരുടെ വികാരത്തിനനുസരിച്ച് തുള്ളുന്നുണ്ട്. പക്ഷേ വസ്തുത എന്താണ്? പ്രാദേശികമായിട്ട് പീതാംബരൻ എന്നൊരു നേതാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച വിഷയം അദ്ദേഹത്തിൻ്റെ കൈ തല്ലി ഒടിച്ചു. ആ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നം മൂർച്ഛിച്ച് ഒടുവിൽ ഈ രീതിയിൽ കലാശിച്ചു.